ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ സീസണിൽ റയൽ മാഡ്രിഡ് മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ടീമിനകത്ത് കാതലായ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. കാർലോ ആഞ്ചലോട്ടി പോയി, സാബി അലോൺസോ വന്നിട്ടുണ്ട്. കൂടുതൽ മികച്ച താരങ്ങളെ റയൽ ടീമിലേക്ക് എത്തിക്കുകയാണ്. പ്രതിരോധത്തിലെ പ്രശ്നങ്ങൾ ഇത്തവണ തീർക്കാൻ കഴിയും എന്നാണ് റയലിൻ്റെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പുതിയ താരങ്ങൾ എത്തുമ്പോൾ റയലിൻ്റെ ഒരു പോസിബിൾ ലൈനപ്പ് എങ്ങനെയാവും, സാബി അലോൺസോ എങ്ങനെയായിരിക്കും താരങ്ങളെ ഉപയോഗപ്പെടുത്തുക, അത് ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ്. സ്കോർ 19 ഒരു പോസിബിൾ ലൈനപ്പ് ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 3-4-3 ഫോർമേഷനാണ് ഇവർ നൽകിയിട്ടുള്ളത്. ഏതായാലും അത് നമുക്കൊന്ന് നോക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് തിബൌട്ട് കോർട്ടുവ തന്നെയായിരിക്കും. പ്രതിരോധ നിരയിൽ 3 താരങ്ങളായിരിക്കും ഉണ്ടാവുക. സെൻറ്റർ ബാക്ക് പൊസിഷനിലായിക്കൊണ്ടായിരിക്കും ഈ 3 താരങ്ങൾ കളിക്കുക. അന്റോണിയോ റൂഡിഗർ അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ ഡാനി കാർവഹൽ മടങ്ങിയെത്തുകയാണ്. പരിക്കിൽ നിന്നും അദ്ദേഹം മുക്തനായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഡീൻ ഹുയ്സണെ റയൽ സ്വന്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ആ ഒരു സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ഉണ്ടാകും. ഇങ്ങനെ 3 താരങ്ങൾ ഉണ്ടാകും. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വിങ്ങർമാരായിക്കൊണ്ട് 2 താരങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാം. ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിനെ റയൽ സ്വന്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ വിങ്ങർ ആയിക്കൊണ്ട് മധ്യനിരയിൽ ഉണ്ടാകും. അതായത് ഡിഫൻസിലും അതുപോലെ തന്നെ അറ്റാക്കിങ്ങിലും ഒരുപോലെ സഹായിക്കാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു വിങ്ങിൽ ആൽവരോ കരേരസ് ഉണ്ടാകും. അദ്ദേഹത്തിന്റെ ഡീല് പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് റയൽ. നിലവിൽ ബെൻഫിക്കയ്ക്ക് വേണ്ടിയാണ് കരേരസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മധ്യനിരയിൽ ഫെഡെ വാൽവർദെ ഉണ്ടാകും. അതുപോലെ തന്നെ ഏഞ്ചലോ സ്റ്റില്ലർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തെ കൊണ്ടുവരാൻ റയൽ മാഡ്രിഡ് ഇപ്പോൾ ശ്രമിക്കുന്നു എന്ന വാർത്തകൾ സജീവമാണ്. മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ കിലിയൻ എംബപ്പെ നമ്പർ 9 റോളിൽ ഉണ്ടാകും. അതുപോലെ തന്നെ 2 വിങ്ങിലും ആയിക്കൊണ്ട് വിനീഷ്യസ് ജൂനിയറും ജൂഡ് ബെല്ലിംഗ്ഹാമും ഉണ്ടാകും. ഇങ്ങനെയാണ് ഒരു പൊട്ടൻഷ്യൽ ലൈനപ്പ് ആയിക്കൊണ്ട് സ്കോർ 19 ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതായത് ഇതൊരു സാധ്യത മാത്രമാണ്. ഏതായാലും താരനിബിഡമായ ഒരു 11 തന്നെ അടുത്ത സീസണിൽ സാബി അലോൺസോക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.